കോൺഗ്രസിലെ ഒരുമയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. രണ്ട് ഗ്രൂപ്പുകളും VM സുധീരനും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും എന്നാണത്രേ പ്രഖ്യാപനം. ആ കെട്ട് ഏത് വിധത്തിൽ ആയിരിക്കും എന്നതാണ് കോൺഗ്രസുകാരുടെ ആകാംക്ഷ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി കെട്ടുപൊട്ടുമോ? എന്തായാലും തൽക്കാലം സോണിയാമ്മ പറഞ്ഞതുപോലെ മൂന്നുപേരും ഒരൊറ്റക്കെട്ടാണ്. ഒരേ മനസ്സോടെ ഒന്നാകെയുള്ള വികാരമാണ്. കോൺഗ്രസും UDF-ഉം ഒറ്റക്കെട്ടായി. അതിപ്പോഴാ മനസ്സിലായത്. കോൺഗ്രസിലേക്കും UDF ഒറ്റക്കെട്ടാണ്. ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എല്ലാ പാർട്ടി പ്രവർത്തകരുടെയും കടമയും കർത്തവ്യവും. ആയിക്കോട്ടെ, ഒറ്റക്കെട്ടായി കോൺഗ്രസ് ഒറ്റക്കെട്ടായി. ഏറ്റവും ആദ്യം ആവശ്യം പാർട്ടി ഒറ്റക്കെട്ടായി പോവുക എന്നുള്ളത് തന്നെയാണ്. UDF ഒന്നിച്ചു നിൽക്കും. ഇവൻ ശരിയാവില്ല കേട്ടോ. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒരു മെച്ചപ്പെട്ട വിജയം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുമ്പോട്ട് നീങ്ങുന്നത്. അങ്ങനെ പറഞ്ഞില്ല പാർട്ടി ഒറ്റക്കെട്ടായി പോകണം എന്നുള്ള അഭിപ്രായം സോണിയാഗാന്ധി. ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരൊറ്റക്കെട്ടായി ഇങ്ങനെ മുന്നേറവേ രമേശ് ചെന്നിത്തല അയച്ചു എന്ന് പറയപ്പെടുന്ന ആ കത്തിനെ കുറിച്ച് വല്ല തീരുമാനവും എടുത്തിട്ടുണ്ടോ? വ്യാജ കത്തയച്ചതിന്റെ പേരിൽ കേസോ കൂട്ടോ എന്തോ ഒക്കെ എടുത്തു കളയുമെന്ന് പറഞ്ഞിരുന്നല്ലോ. കത്തിന്റെ കാര്യത്തിലും ഒറ്റക്കെട്ടാണോ? കത്തയച്ചിട്ടില്ല എന്ന് ആരെ കുറിച്ചാണോ പറയുന്നത്? അദ്ദേഹം കത്തയച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും അവിശ്വസിക്കേണ്ട കാര്യമില്ല. കത്ത് കിട്ടിയിട്ടില്ല എന്ന് ആർക്കാണോ കത്തയച്ചു എന്ന് പറയപ്പെടുന്നത് അവർ പറയുന്നു. പിന്നെന്താ പ്രസക്തി? അപ്പോഴും ആഭ്യന്തരമന്ത്രിയുടെ ഒപ്പിട്ട കത്ത് പുറത്തു വന്നിട്ട് മിനിമം ഒരു കേസെങ്കിലും എടുക്കണ്ടേ സാറന്മാരെ? എന്തായാലും കത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ചെന്നിത്തലയുടെ സ്വന്തക്കാരെല്ലാം കൂടി ചർച്ചയിൽ വരെ പങ്കെടുത്തു കഴിഞ്ഞിരുന്നു. പിന്നെ ചോദിക്കുമ്പം കത്തെടുത്ത് തരലല്ലേ നമ്മുടെ പരിപാടി. അതാ ചെന്നിത്തലയോട് ചോദിച്ചാൽ മതിയല്ലോ കത്ത് എവിടെ എന്ന്. മാധ്യമങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം. അല്ലല്ല, അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഞാൻ വളരെ വ്യക്തമാക്കാം. ഞാൻ കത്ത് എഴുതിയിട്ടില്ല. കത്ത് ആർക്ക് അയച്ചു എന്ന് പറയുന്നില്ല. ഹൈക്കമാൻഡിന് അയച്ചു എന്നാണ് പറഞ്ഞത്. ഹൈക്കമാൻഡിന്റെ കേരളത്തിന്റെ ചാർജുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് തന്നെ പറഞ്ഞു അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല. കേരളത്തിൽ ആരും വായിക്കാത്തൊരു ദിനപത്രത്തിലാണ് ഈ വാർത്ത വന്നത്. അത് നിങ്ങൾ ഏറ്റുപിടിച്ചു മാത്രമേ ഉള്ളൂ. കേരളത്തിൽ അത് അതിന്റെയൊക്കെ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അത് ഞങ്ങൾ അങ്ങോട്ട് കിടക്കുന്നില്ല. അതിന് വലിയ ഗൗരവമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ വ്യാജ കത്തിറങ്ങിയിട്ടും ഇത്ര വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചിട്ടും ഒരു നടപടിയുമില്ല. അത് ഏത് കത്ത്, ആരുടെ കത്ത്? ഏതോ ആരും കേരളത്തിൽ പോലും വായിക്കാത്തൊരു പത്രത്തിൽ കത്ത് വന്നുള്ളത് ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? കേസ് എടുക്കേണ്ടത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാധ്യമങ്ങളുടെ പേരിൽ. ഞങ്ങൾ ഏതായാലും മാധ്യമങ്ങളുമായിട്ട് കേസിനില്ല. എല്ലാവരും ഇങ്ങനെ ജോയിന്റ് ആയ സ്ഥിതിക്ക് ഒരു പാട്ടൊക്കെ പാടി പിരിഞ്ഞോളുക. യഥാർത്ഥത്തിൽ സോണിയാഗാന്ധി പറഞ്ഞിട്ടാണോ ഈ ഒരുമിച്ചിരിപ്പും വാർത്താ സമ്മേളനവും ഒക്കെ? ചില മാധ്യമങ്ങളിൽ വന്നു സോണിയാഗാന്ധി ആവശ്യപ്പെട്ടിട്ടാണ് ഈ പത്രസമ്മേളനം. ഒരു കാരണവും ഇല്ല. ഞങ്ങൾ 3 പേരും കൂടെ സോണിയാജിയെ കണ്ടതിന് ശേഷം ഞങ്ങൾ നാട്ടുകാർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടാണ് ഈ സമയം നാളെ 3 മണിക്ക് നമുക്ക് തിരുവനന്തപുരത്ത് വെച്ച് കാണാം. എല്ലാരും കൂടെ ഒരുമിച്ച് ജായന്റെ സ്ഥിതിക്ക് ഒരു കുടുംബ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് പോടേ. എന്തൊരു വർക്കിച്ച ഫ്രെയിം ചെയ്ത് വെക്കാം, എന്തൊരു ചില്ലിട്ട് വെക്കാം. എന്നാലും ഘടകകക്ഷികളുടെ ചില കുത്തിത്തിരിപ്പുകൾ കൂടി ഉണ്ടായിരുന്നു. അതിനും വഴങ്ങേണ്ടി വന്നു ത്രിമൂർത്തികൾ എന്നതാണ് സങ്കല്പം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് സുകുമാരനാശാന്റെ വെല്ലുവിളി. ഒരു കാവി ഉടുത്തോണ്ട് വേറൊരു കാവിയുമായിട്ട് വരിക എന്തിനാ? നമ്മളെ പൊതപ്പിക്കാൻ. ഒത്തുതീർപ്പിന്റെ സമാധാനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി വരണം. എല്ലാം ശുഭമായി അവസാനിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്. അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണല്ലേ? ഞാൻ ഇവരുടെ നേതാക്കളോടൊക്കെ പറഞ്ഞു, ഞങ്ങളെ BJP-ക്ക് എതിരല്ല, ഇടതുപക്ഷത്തിന് എതിരല്ല, വലതുപക്ഷത്തിന് എതിരല്ല.